ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, ലിക്വിഡിറ്റി ട്രേഡിംഗ് അർജുൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പം ഇപ്പം നമുക്ക് കുറച്ച് ദിവസമായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് സെബിയുടെ പുതിയ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൻ്റെ റെഗുലേഷൻസും കാര്യങ്ങളും ഒക്കെ എന്താണ്, അവരുടെ മീറ്റിങ്ങിൻ്റെ ഔട്ട്കംസ് എന്താണ് എന്നുള്ളതൊക്കെ. ഓക്കെ, അപ്പം ലാസ്റ്റ് മൺഡേയിൽ, അതായത് സെപ്റ്റംബർ 13 അവരുടെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അവർ കുറച്ച് അലിഗേഷൻസും കാര്യങ്ങളും എല്ലാം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്ന റീറ്റെയിലേഴ്സിൻ്റെ ലോസസ് കാര്യങ്ങളിലൊക്കെ കുറയ്ക്കാനായിട്ട് അവർ കുറച്ച് റെഗുലേറ്റിംഗ് മെഷേഴ്സ് എടുക്കുമെന്നുള്ള ആ ഒരു മെഷർമെൻറ്റ് കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഇന്നലെ ഒക്ടോബർ 1, ഓക്കെ, അപ്പം ഇന്നലെ അവർ കുറച്ച് അതായത് 6 സ്റ്റെപ്സ്, അതായത് ഇന്ത്യൻ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ ട്രേഡേഴ്സിന് വേണ്ടി അവർ ഒരു സെറ്റ് ഓഫ് റൂൾസ് അവർ ഇറക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പം അത് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള ഒരു വീഡിയോ കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പം എല്ലാവരും പുതിയതായിട്ടാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ സെബിയുടെ പുതിയ റൂൾസ് കാര്യങ്ങളിലൊക്കെ നമുക്ക് എന്താണ് ഒന്ന് നോക്കാം. ഓക്കെ, അതായത് സെബി 6 കാര്യങ്ങളാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ, അതായത് ഓപ്ഷൻ സെല്ലേഴ്സിനും ഓപ്ഷൻ ബയേഴ്സിനും എന്താണ് ഈ ലാസ്റ്റ് 2 ഫിനാൻഷ്യൽ ഇയറിൽ ഒരു 90 അല്ലെങ്കിൽ 99% ഓഫ് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ റീറ്റെയിൽ ട്രേഡേഴ്സിന് ലോസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അവർ ആവറേജ് എടുത്തേക്കുന്നത് ഒരു ആൾക്ക് ഒരു മാസം വരുന്ന ലോസ് എന്ന് പറയുന്നത് നിയർലി 3 to 4 lakh rupees ആണ് വരുന്നത്. ഓക്കെ, അപ്പം ഇത്രയാണ് എന്താണ് ലോസ് ഒരു റീറ്റെയിലറിന് ഒരു മാസം വരുന്നത്. ഓക്കെ, അപ്പം അങ്ങനത്തെ കണക്ക് വന്നത് കാരണം എന്താണ് ഓപ്ഷൻ സെല്ലിംഗ് അല്ലെങ്കിൽ ഓപ്ഷൻ ബയേഴ്സിന് ലോസ് റെഗുലേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് മെഷർമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ സെബി ഒരു ബോർഡിനെ നിയമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബോർഡ് അതിൻ്റെ ഒരു സ്റ്റഡി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എന്താണ് അതിൻ്റെ ആ ഒരു എന്താണ് റെഗുലേറ്റിംഗ് മെഷേഴ്സ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത് തടയാൻ പറ്റും, എങ്ങനെ തടയാൻ പറ്റും, അതിന് റീറ്റെയിലേഴ്സിനെ സഹായിക്കാനായിട്ട് എന്താണ് മെഷർമെൻറ്റും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള ആ ഒരു മെഷർമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെയാണ് ഇവർ ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഇത് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റിൽ ചിലപ്പോൾ നമുക്ക് 2-3 ദിവസമായിട്ട് നമുക്ക് ഇമ്പാക്റ്റ് കാര്യങ്ങളൊക്കെ വരുമായിരിക്കും. പക്ഷേ എങ്കിൽ കൂടെ ഒരു ലോങ് ടൈം പെർസ്പെക്റ്റീവ്, അതായത് ഞാനൊരു ഓപ്ഷൻ ബയ്യറാണ്, അതുകൂടെ തന്നെ ഒരു ഓപ്ഷൻ സെല്ലറാണ്. പക്ഷേ എനിക്ക് ഈ ഒരു പുതിയ സെബിയുടെ പുതിയ റൂളിനുമായിട്ട് എനിക്ക് അത്ര വലിയ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും എനിക്ക് അനുഭവപ്പെട്ടില്ല. ഓക്കെ, പിന്നെ ഇതെന്ന് പറയുന്നത് ഞാൻ പറയും കുറച്ച് ക്യാപിറ്റൽ ഉള്ളവർക്കാണ് ഈ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. അല്ലാതെ കൂടുതൽ ക്യാപിറ്റൽ ട്രേഡ് ചെയ്യുന്നവർക്കാണെങ്കിലോ ഇതിനെക്കുറിച്ചുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും വരുന്നില്ല. ഓക്കെ, അവരെ വലുതായിട്ട് അഫക്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഇത് കൂടുതൽ എന്താണ് സെല്ലേഴ്സിനെയാണ് കുറച്ച് ബാധിച്ചേക്കുന്നത് ആസ് കമ്പയർഡ് ടു ബയേഴ്സ്. ഓക്കെ, പിന്നെ സിംഗിൾ ലോട്ട് ഇട്ട് നമുക്ക് ഓപ്ഷൻ ബൈ അല്ലെങ്കിൽ ഓപ്ഷൻ സെല്ല് ചെയ്യുന്ന ആ ഒരു ഓപ്ഷൻ സെല്ലേഴ്സിന്, ഓപ്ഷൻ പ്ലെയേഴ്സിന് ഇത് നല്ലപോലെ ബാധിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം ഏതൊക്കെയാണ് സെബിയുടെ പുതിയ റൂൾസ് കാര്യങ്ങളിലൊക്കെ. ഓക്കെ, ഫസ്റ്റ് നമുക്ക് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഓപ്ഷൻ ബൈ അല്ലെങ്കിൽ ഓപ്ഷൻ സെല്ലിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലോട്ട് സൈസ്, അതായത് ഇപ്പം നിഫ്റ്റി ആണെന്നുണ്ടെങ്കിൽ എത്രയാണ് ലോട്ട് സൈസ്? 25 ബാങ്ക് നിഫ്റ്റി ആണെന്നുണ്ടെങ്കിൽ 15. ഓക്കെ, അപ്പം ഇവർ 5 ലക്ഷം രൂപയുടെ കോൺട്രാക്റ്റുകൾ വരുന്നത് അവർ എത്രയാണ് 15 ലക്ഷത്തിലോട്ടാക്കിയേക്കുന്നു. അപ്പോൾ അതായത് ഒരു 3x കൂട്ടിയിട്ടുണ്ട് അവർ. അപ്പം മെയിൻലി എത്രയാണ് നമ്മുടെ നിഫ്റ്റി ഇപ്പം 25 ആണ് വന്നേക്കുന്ന ലോട്ട് സൈസ്. അപ്പം മോസ്റ്റ് പ്രോബബ്ലി നവംബർ 20 മുതൽ, ഓക്കെ, നവംബർ 20 മുതൽ നിഫ്റ്റിയുടെ ലോട്ട് സൈസ് എന്ന് പറയുന്നത് 75 ആവും. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ സെയിം 15x3 മടങ്ങാണ് ആവുന്നത്. ഓക്കെ, 3x. അപ്പോൾ 45 ആയിരിക്കും ബാങ്ക് നിഫ്റ്റിയുടെ വരുന്നത്. ഓക്കെ, ഇത്രയാണ്, ഇത് രണ്ടുമാണ് എന്താണ് ഓപ്ഷൻ്റെ ലോട്ട് സൈസിൽ വന്നേക്കുന്ന പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, പിന്നെന്താണ് വന്നേക്കുന്നത് ഓപ്ഷൻ സെല്ലേഴ്സിന് നമുക്ക് വന്നേക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞത് കലണ്ടർ സ്പ്രെഡ്, അതിൻ്റെ ആ ഒരു മാർജിൻ ബെനിഫിറ്റ് കംപ്ലീറ്റ്ലി അവർ ഒഴിവാക്കി. അത് കലണ്ടർ സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഓപ്ഷൻ സെല്ലറായിട്ടുള്ള ഞാൻ കലണ്ടർ സ്പ്രെഡ് എന്നാണ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, കലണ്ടർ സ്പ്രെഡ് എന്ന് പറയുന്നത് നമുക്കിപ്പം കറണ്ട് വീക്ക് എക്സ്പയറി സെല്ല് ചെയ്തിട്ട്, ഓക്കെ, കോൾ ഓപ്ഷൻ അല്ലെങ്കിൽ പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്തിട്ട് നെക്സ്റ്റ് വീക്ക് എക്സ്പയറി ഉണ്ടല്ലോ, അത് ആ ഒരു കോൾ ഓപ്ഷൻ അല്ലെങ്കിൽ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുന്നതിനാണ് എന്താണ് കലണ്ടർ സ്പ്രെഡ്. അപ്പം ഇത് ചെയ്യുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം ഒരു ലോട്ട് സെല്ല് ചെയ്യുന്നതിന് ഒരു ലോട്ട് ബൈ ചെയ്യുമ്പോഴത്തേക്കിനും നിയർലി എത്രയാണ് നമുക്ക് വളരെ എമൗണ്ട് കുറവാണ്. നിയർലി ഒരു 15,000 അല്ലെങ്കിൽ ഒരു ബിലോ 20,000 റുപ്പീസ് മതി. ഓക്കെ, ബിലോ 20,000 റുപ്പീസ് മതി. അപ്പം എന്താണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്, ഒരു 1 lakh rupees ഉള്ള ഒരാളാണെങ്കിൽ
നമുക്ക് നിയർലി എത്രയാണ് 4 to 5 ലോട്ട്സ് സെല് ചെയ്യാം, അത്രയും മാർജിൻ ബെനിഫിറ്റോടെ കൂടി. അപ്പം ആ ഒരു മാർജിൻ ബെനിഫിറ്റ് കാര്യങ്ങളിലൊക്കെ എന്താണ്, എക്സ്പയറി ദിവസം ഒഴിവാക്കുകയാണ്. ഓക്കെ, അതാണ് രണ്ടാമത്തെ ഒരു കാര്യം. ഓക്കെ, മൂന്നാമത്തേന്ന് പറയുന്നത് എക്സ്പയറി ദിവസം ഓപ്ഷൻ സെല്ലേഴ്സിന് അതായത് 2% എക്സ്ട്രാ ക്യാപിറ്റൽ, അതായത് 2% അവരുടെ എക്സ്ട്രാ ക്യാപിറ്റൽ നമ്മൾ കണ്ടിരിക്കണം. ട്രേഡ് ചെയ്യുന്ന ആ ഒരു എമൗണ്ട് 2% കൂടെ നമ്മുടെ അക്കൗണ്ടിൽ കാണണം. അതായത് ഫുൾ ക്യാപിറ്റൽ എക്സ്പയറി ദിവസം നമുക്ക് ഫുൾ ക്യാപിറ്റൽ ഇട്ട് ട്രേഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നിയർലി ഒരു 80-90% ഓഫ് ക്യാപിറ്റൽ ഇട്ട് നമുക്ക് വേണമെങ്കിൽ ട്രേഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് വന്നേക്കുന്നത്. നാലാമത്തെ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്താണ്, ഇൻഡെക്സ് ഡെറിവേറ്റീവിൻ്റെ കോൺട്രാക്ട് സൈസും കാര്യങ്ങളും എല്ലാം കൂട്ടിയിട്ടുണ്ട്. ഓക്കെ, ലോട്ട് സൈസും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടുണ്ട്. പിന്നെ മെയിനായിട്ടും വരുന്നൊരു കാര്യം എന്താണ്, ഇപ്പം നമ്മൾ റീസെൻ്റ്ലി കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്, മാർക്കറ്റിൽ നല്ലപോലെ മാനിപ്പുലേഷൻസ് നടക്കുന്നുണ്ട്. എന്താണ്, ഫിൻ നിഫ്റ്റി, അതുപോലെ തന്നെ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ്, അങ്ങനെ പല ഇൻഡെക്സിൽ, എല്ലാ ഇൻഡെക്സിലും എന്താണ് നമുക്ക് നല്ലപോലെ മാനിപ്പുലേഷൻസ് നടക്കുന്നുണ്ട്. അതായത് എക്സ്പയറി ദിവസം ഒരു ആഫ്റ്റർനൂൺ അല്ലെങ്കിൽ 2:30 അല്ലെങ്കിൽ 3 o'clock ഒക്കെ ആകുമ്പോഴത്തേക്കിന് ഒരു ₹2 അല്ലെങ്കിൽ ₹1 കിടക്കുന്ന പ്രീമിയം എത്രയാണ് ഡയറക്റ്റ് ഷൂട്ടപ്പ് ആയിട്ട് ഒരു 50 അല്ലെങ്കിൽ എത്രയാണ് മോർ ദാൻ 10x റിട്ടേൺസോളം നമുക്ക് കാണിക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനത്തെ ഒരു മാനിപ്പുലേഷൻസ് എനിക്ക് തോന്നുന്നത് ഇതിപ്പം കംപ്ലീറ്റ്ലി ഒഴിവാകും. കാരണം എന്താണ്, ഇനിയും ഇപ്പം സെബി NSE എടുക്കുകയും BSE എടുക്കുകയും പറഞ്ഞേക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വീക്കിലി ഏതെങ്കിലും ഒരു ഇൻഡെക്സിൽ മാത്രമേ എക്സ്പയർ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ്. ഓക്കെ, അതായത് ഇൻഡെക്സിന് തീരുമാനിക്കാം. ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്കിപ്പം ആഴ്ചയിൽ 5 ദിവസം എന്താണ് എക്സ്പയറി ദിവസങ്ങളാണ്. 5 ദിവസവും എക്സ്പയറി ദിവസമാണ്. മൺഡേയിൽ മിഡ് ക്യാപ്പ്. ഓക്കെ, മിഡ് ക്യാപ്പിൻ്റെ ലോട്ട് സൈസ് എന്ന് പറയുന്നത് ഫസ്റ്റ് തുടങ്ങിയ സമയത്ത് 75 ഓക്കെ, പിന്നെ അത് 50 ആക്കി. ഓക്കെ, അപ്പോൾ അതെന്തുകൊണ്ടാണ് ലോട്ട് സൈസ് കുറച്ചത്? ലിക്വിഡിറ്റി, അതായത് മാർക്കറ്റിൽ മണി ഫ്ലോ നടക്കണം. അപ്പം എന്താണ്, ലോട്ട് സൈസ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ അതിലോട്ട് വരും. ഓക്കെ, അപ്പം ലിക്വിഡിറ്റി വരും മാർക്കറ്റിൽ. അപ്പം അതുകൊണ്ട് വരുമ്പോഴത്തേക്കിന് ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ മണി ഫ്ലോ കാര്യങ്ങളിലൊക്കെ നല്ലപോലെ ആ ഒരു ഇൻഡെക്സിൽ വർക്കാവും. ഓക്കെ, പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞാൽ ഫിൻ നിഫ്റ്റിയിൽ 2022-23 ആ ഒരു ടൈമിലാണ് ഫിൻ നിഫ്റ്റി എന്ന് പറയുന്ന ആ ഒരു ഇൻഡെക്സ് അതിനൊരു ഓപ്ഷൻസും കാര്യങ്ങളും എല്ലാം സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, ആ ഒരു ഫസ്റ്റ് ടൈം തന്നെ എന്താണ് ഞാൻ ഓപ്ഷൻ സെല്ലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതൊരു 6 to 7 months അത് കറക്റ്റ് ഒരു എന്താണ് വളരെ കാമായിട്ടുള്ള എക്സ്പയറീസ് ആയിരുന്നു ഫിൻ നിഫ്റ്റിയിൽ വന്നുകൊണ്ടിരുന്നത്. അതായത് നമുക്ക് എക്സ്പയറി ദിവസം നമുക്കൊരു കംപ്ലീറ്റ്, അതായത് മാക്സിമം പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് ഇറങ്ങിപ്പോരായിരുന്നു വിത്തൗട്ട് എനി ടെൻഷൻ. പക്ഷേ ഇപ്പം റീസെൻ്റ്ലി വന്ന് ഫിൻ നിഫ്റ്റി എന്ന് പറയുന്നത് ആഫ്റ്റർനൂൺ സെക്ഷൻ എന്താണ് വരുന്നത്, നല്ല മാനിപ്പുലേഷനാണ് നടക്കുന്നത്. ഓക്കെ, അതായത് എന്താണ് ഒരു ₹2 കിടക്കുന്ന ഓപ്ഷൻ പ്രീമിയം എത്രയാണ് 100 അല്ലെങ്കിൽ 200 വരെ പോകുന്ന ഒരു സിറ്റുവേഷനാണ് നമുക്ക് കാണുന്നത്. ഓക്കെ, സെയിം അതുപോലെ തന്നെ എന്താണ് അതിൻ്റെ ലോട്ട് സൈസ് എന്ന് പറയുന്നത് തുടങ്ങിയ സമയത്ത് 50 ആയിരുന്നു. ഓക്കെ, അത് പിന്നെ കുറച്ച് 40 ആക്കി. ഓക്കെ, അങ്ങനെ 80 ആയിരുന്നു അതിൻ്റെ സ്റ്റാർട്ടിങ്. അപ്പം അത് കഴിഞ്ഞിട്ട് കുറച്ച് അത് 40 ആക്കി. പിന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് ബാങ്ക് നിഫ്റ്റി. ഓക്കെ, 2021-22 ആ ഒരു ലെവലിലൊക്കെ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി സെയിം ദിവസം. അത് പിന്നെ കാലക്രമേണ എന്താണ് ബാങ്ക് നിഫ്റ്റി എല്ലാം കൂടെ എല്ലാ ദിവസവും എക്സ്പയറി വേണം എന്ന് എന്താണ് NSEയുടെയും BSEയുടെയും തീരുമാനത്തിൽ അവരെന്താണ് എല്ലാ ദിവസവും എക്സ്പയറി ആക്കി. ഓക്കെ, അതന്നേരം ആ ഒരു ടൈമിൽ എന്താണ് റീറ്റെയിലേഴ്സിന് ലോസ് ആണോ പ്രോഫിറ്റ് ആണോ എന്ന അവരൊരു ഡിസിഷൻ എടുത്തിട്ടില്ല. പക്ഷേ എന്താണ് മാർക്കറ്റിൽ മണി ഫ്ലോ നടക്കണം എന്ന് ഉള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇങ്ങനത്തെ ഒരു എല്ലാ ദിവസവും എക്സ്പയറി കാര്യങ്ങളിൽ വന്നത്. പിന്നെ വെനസ്ഡേയിൽ ബാങ്ക് നിഫ്റ്റി, അതുപോലെ തന്നെ എത്രയാണ് ബാങ്ക് നിഫ്റ്റിയൊക്കെ ആകുമ്പോഴത്തേക്കിന് ഞാൻ ട്രേഡ് ചെയ്യുന്ന സമയത്ത് 50 ആയിരുന്നു എന്താണ് ബാങ്ക് നിഫ്റ്റിയുടെ ലോട്ട് സൈസ്. അത് പിന്നെ 25 ആക്കി, 40 ആക്കി, 25 ആക്കി, പിന്നെ ഇപ്പോൾ 15 ആക്കി. അതിപ്പം ഇനിയും നേരെ ഇൻക്രീസ് ചെയ്യുന്ന എത്രയാണ് 45 സെയിം നമ്മുടെ നിഫ്റ്റി ആണെങ്കിൽ എത്രയാണ് 150 ആയിരുന്നു, അത് പിന്നെ 90 ആക്കി, 75. ഓക്കെ, പിന്നെ അത് എത്രയാണ് 50, ഇപ്പോൾ എത്രയാണ് 25. ഓക്കെ, ഇങ്ങനത്തെ ആ ഒരു ലോട്ട് സൈസും കാര്യങ്ങളിലൊക്കെ നല്ല മാറ്റം നമുക്ക് മാർക്കറ്റിൽ വരുന്നുണ്ട്. അതായത് November 20 മുതൽ. ഓക്കെ, കമ്മിങ് വീക്ക് അപ്പം ഈ ഒരാഴ്ച തന്നെ നമുക്ക് മനസ്സിലാവും ഏതാണ് നിഫ്റ്റി കൺസിഡർ ചെയ്യുന്ന വീക്കിലി എക്സ്പയറി ഏതാണ്, അതുപോലെ തന്നെ BSE നിലനിർത്തുന്ന വീക്കിലി എക്സ്പയറി ഏതാണ്. ഒന്നെങ്കിൽ ബാങ്ക് എക്സ് ആകാം അല്ലെങ്കിൽ സെൻസെക്സ് ആകാം. ഓക്കെ,
അതിൽ നമുക്ക് ഏത് എക്സ്പയറിയാണ് വരാൻ പോകുന്നതെന്ന് നമുക്ക് അറിയില്ല. എന്നാലും ഞാൻ എൻ്റെ ഒരു ഗസ്സിങ് വെച്ച് നോക്കുമ്പോഴത്തേക്കിന് മോസ്റ്റ് പ്രോബബ്ലി നിഫ്റ്റി അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി ആയിരിക്കും NSE ചൂസ് ചെയ്യാനുള്ള ഏതെങ്കിലും ഒരു ഇൻഡെക്സ്. ഓക്കെ, ഇതിൽ ഏത് ഇൻഡെക്സ് ചൂസ് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം മോസ്റ്റ് പ്രോബബ്ലി ചിലപ്പോൾ ബാങ്ക് നിഫ്റ്റി ആകാനാണ് എനിക്ക് തോന്നുന്നത്. കാരണം ബാങ്ക് നിഫ്റ്റി എന്ന് പറയുന്നത് എന്താണ്, നിഫ്റ്റിയെക്കാട്ടിൽ കൂടുതൽ വോളിയവും കാര്യങ്ങളും ഉള്ള ഒരു ഇൻഡെക്സ് ആണ് ബാങ്ക് നിഫ്റ്റി. ഓക്കെ, അപ്പോൾ മോസ്റ്റ് പ്രോബബ്ലി ബാങ്ക് നിഫ്റ്റി ആയിരിക്കും നിഫ്റ്റി കൺസിഡർ ചെയ്യാൻ പോകുന്നത്. പിന്നെ നമുക്ക് സെൻസെക്സിൻ്റെ കേസിൽ വരുവാണെങ്കിൽ ബാങ്ക് എക്സ് അല്ലെങ്കിൽ BSEയുടെ കാര്യം വരുവാണെങ്കിൽ സെൻസെക്സ് അല്ലെങ്കിൽ എന്താണ് ബാങ്ക് എക്സ്. അതിൽ മോസ്റ്റ് പ്രോബബ്ലി നിർത്താൻ, അതായത് എക്സ്പയറി നിർത്താൻ ചാൻസ് കൂടുതൽ സെൻസെക്സ് ആകാനാണ് ചാൻസ് കൂടുതൽ. ഓക്കെ, അപ്പം അങ്ങനെയായിരിക്കാം ചാൻസും കാര്യങ്ങളും എല്ലാം കൂടുതൽ. അപ്പം ഇത്രയൊക്കെയാണ് സെബിയുടെ പുതിയ റൂൾസ് ആൻഡ് റെഗുലേഷൻസും കാര്യങ്ങളും എല്ലാം. ഓക്കെ, ഇതപ്പോൾ എങ്ങനെ എന്നെ ബാധിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഓക്കെ, അപ്പം എല്ലാ ദിവസവും എക്സ്പയറി ഉള്ള കാരണം ഞാൻ എല്ലാ ദിവസവും ഒരു എക്സ്പയറി ഓപ്ഷൻ സെല്ലറല്ല. ഓക്കെ, ഞാൻ ഇന്ത്യ വിക്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു ഓപ്ഷൻ സെല്ലറാണ്. ഇന്ത്യ വിക്സ് അതായത് പ്രീമിയം ഷൂട്ടപ്പ് ആവുന്ന ആ ഒരു ടൈമിൽ ആ ഒരു ടൈമിൽ ഓക്കെ, അപ്പം ഞാൻ ഒരു ഇന്ത്യ വിക്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു ഓപ്ഷൻ സെല്ലറാണ്. അപ്പം ആ ഒരു ഇന്ത്യ വിക്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എത്രയാണ് നമുക്ക് പ്രീമിയം കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഞാൻ ഓപ്ഷൻ സെല്ല് ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി ഒരു ഓപ്ഷൻ ബയ്യറാണ്. ഓക്കെ, ഓപ്ഷൻ ബയ്യറായ എന്നയിൽ ഇത് എത്രത്തോളം വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആക്ച്വലി ഒരു സിംഗിൾ ലോട്ട് ഇട്ട് ട്രേഡ് ചെയ്യുന്നുള്ള ആളല്ല. ഇപ്പം ലോട്ട് സൈസ് 75 ആക്കി കഴിഞ്ഞാൽ ഓക്കെ, നേരത്തെ ആണെങ്കിൽ 75 ഇട്ട് 75 ക്വാണ്ടിറ്റി ആക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് 3 ലോട്ട് ആഡ് ചെയ്യണമായിരുന്നു. ഇതിപ്പം സിംഗിൾ ലോട്ടിൽ 75 വരും, മനസ്സിലായോ? അപ്പം അങ്ങനത്തെ ആ ഒരു എന്താണ് ബുദ്ധിമുട്ടും കാര്യങ്ങളും ആക്ച്വലി എന്നെ വലുതായിട്ട് ബാധിക്കുന്നില്ല. പക്ഷേ ഒരു സെല്ലിങ് എന്നുള്ള ഒരു സെല്ലർ എന്നുള്ള ഒരു പെർസ്പെക്റ്റീവിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സെല്ലേഴ്സിനെ ചെറുതായിട്ട് ബാധിക്കുന്നുണ്ട്, തീർച്ചയായിട്ടും ബാധിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെന്താണ് നമ്മുടെ ഇക്വിറ്റി ഡെറിവേറ്റീവ്സിനെ കാര്യങ്ങളിലൊക്കെ നമ്മുടെ ആ ഒരു ക്വാണ്ടിറ്റി കാര്യങ്ങളും എല്ലാം നമ്മൾ ഏപ്രിൽ 1 മുതൽ 2025 മുതൽ സെബി കാര്യങ്ങളൊക്കെ റെഗുലേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം ഇത്രയാണ് മെയിനായിട്ടുള്ള 6 കാര്യങ്ങൾ സെബി മുന്നോട്ട് വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പം എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, സെബിയുടെ പുതിയ റൂൾസ് കാര്യങ്ങളൊക്കെ ഓക്കെ എല്ലാവരിലും എത്തിക്കുക. അപ്പോൾ ഈ വീഡിയോ മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക് യു ഓൾ.